കൊച്ചിയിൽ ആശങ്കയായി ഇന്നും പുകമഞ്ഞ്. വായുമലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. വ്യവസായ മേഖലകളിൽ പുകമഞ്ഞ് രൂക്ഷമാണ്. അപകട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത പാലിക്കണമെന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വ്യവസായ മേഖലയിലെ സ്ഥിതി നിരീക്ഷണത്തിലാണ്. അപർണ കാർത്തിക, റിപ്പോർട്ടർ, ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കളമശ്ശേരി സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അപർണ കാർത്തിക. നല്ല ചില്ലായിട്ടിരിക്കണം, നല്ല വൈബ് വേണമെന്നൊക്കെ പ്രഭാതത്തിൽ മഞ്ഞ് കാണുമ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ മഞ്ഞുള്ള സ്ഥലം തേടിപ്പോകും. പക്ഷേ പുകമഞ്ഞ് എന്ന് പറയുമ്പോൾ അല്പം ആശങ്ക കൂടി അതിന് മേമ്പൊടിയായി ഉണ്ടല്ലേ? ആശങ്കയൊക്കെ മാറ്റി നിർത്താം സുജയ. ആശങ്ക ഉണ്ട്. ആരോഗ്യവകുപ്പൊക്കെ അതിൽ മുൻകരുതൽ നിർദ്ദേശമൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സുജയ ഒന്ന് നോക്കൂ, എത്ര മനോഹരമാണ് ഈ കാഴ്ച എന്നുള്ളത് നോക്കൂ. നമ്മൾ മഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സുജയ തൊട്ട് മുമ്പ് വായിച്ച വാർത്ത, നമ്മൾ കാണാതെ പോയ MLA തേടി എങ്ങോട്ടെങ്കിലും വന്നതാണോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ളൊരു വൈബുണ്ട് ഇവിടെ. നല്ല മഞ്ഞ്, വല്ല മൂന്നാറിൽ, ഊട്ടി, കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, ആ തരത്തിലുള്ളൊരു ഫീല് നമുക്ക് ഇവിടെ ഉണ്ട്. കളമശ്ശേരിയിലാണ് നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വേണം ഇതൊക്കെ പറയാൻ. ഉണ്ട്, പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുജയുടെ കമന്റിന്റെ താഴെ വന്നിട്ട്, നമ്മൾ അരുൺ സാർ എവിടെ, അരുൺ ചേട്ടൻ എവിടെ എന്നൊക്കെ. നമുക്ക് പറയാം അവരൊക്കെ അവിടെ പോയിരിക്കുകയാണ്. പക്ഷെ നമ്മളിത് അവിടെ ഒന്നും പോവണ്ട, അതേ ഫീല് നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്. ഇത് കാണുമ്പോൾ സുജയ്ക്ക് തോന്നില്ലേ, പിന്നെ കൊടൈക്കനാലിൽ കൂടെ നമ്മൾ ആ വാക്വേയിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീല് കിട്ടുന്നില്ലേ? ഇത് തന്നെയാണ്. പക്ഷേ മഞ്ഞിന് ആശങ്കയുണ്ട്. ആ ആശങ്ക നമ്മൾ കാണാതെ പോകുന്നുമില്ല. പക്ഷേ യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല, പക്ഷേ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂടൽമഞ്ഞുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള തണുപ്പ് കൂടിയിട്ടില്ല. തണുപ്പ് കിട്ടണമെങ്കിൽ, ആ ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപക്ഷെ മൂന്നാറിലേക്കോ കൊടൈക്കനാലിലേക്കോ ഒക്കെ പോകേണ്ടി വരും. പക്ഷേ വ്യവസായ മേഖലയിലുള്ള ആശങ്ക അത് വലിയ പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ഡൽഹിയിലെ വായുമലിനീകരണത്തെക്കുറിച്ച് നിരന്തരം വാർത്ത ചെയ്തപ്പോൾ നമുക്കൊന്നും അത്തരത്തിലുള്ള ആശങ്ക ഇല്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു ആശ്വാസത്തിന് വകയില്ല. കൊച്ചിയും വന്ന് ആ ഒരു ലെവലിലേക്ക് തന്നെ പോവുകയാണ്. വ്യാവസായിക മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ മുൻകരുതൽ നിർദ്ദേശമുണ്ട്. മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, സുജയ പറഞ്ഞതുപോലെ തന്നെ ഒരു വൈബ്, മഴ, മഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് മൊത്തത്തിലൊരു ഫീലാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, മഴ പെയ്യുമ്പോൾ കട്ടൻ ചായയും ജോൺസൺ മാഷിൻ്റെ പാട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫീലാണെന്ന്. അതുപോലെ തന്നെയാണ് മഞ്ഞും. മഞ്ഞുകാലത്ത് നല്ല ഫീലാണ്. പക്ഷേ കൂടുതൽ സമയം മഞ്ഞ് കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കോൾഡൊക്കെ വരുമായിരിക്കും. എങ്കിലും ആശങ്കകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാണാൻ, ആസ്വദിക്കാൻ, അറിയാൻ കഴിയുന്നവ ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും നല്ല മാർഗ്ഗം. കണ്ടോ എത്ര മനോഹരമാണ് ഈ ഒരു തടാകം. നമുക്ക് വേണ്ടി മറ്റേതെങ്കിലും ഒരു സ്റ്റുഡിയോക്ക് ഇങ്ങനെ ഒരു അവകാശം അത് ഉന്നയിക്കാൻ പറ്റും? ഇത്ര മനോഹരമായ പുറം കാഴ്ച ഉണ്ടാവുമോ? അത് നമ്മൾ ആ രീതിയിൽ തന്നെ ഒരുപോലെ മനോഹരമാണ്. പുറം കാഴ്ച മാത്രം മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് നിൽക്കുന്നത് ഞാൻ പോരാന്നല്ലേ. ശരി, താങ്ക് യു അപർണ കാർത്തിക. നല്ല ദിവസം ആകട്ടെ. ആ വൈബിലൊരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി ഡ്യൂട്ടിക്കായിട്ട് അകത്തേക്ക് കയറി പോരും, പുറത്ത് തന്നെ നിൽക്കാതെ. അപ്പോൾ കളമശ്ശേരി സ്റ്റുഡിയോയുടെ പുറത്തിറങ്ങി ആ മഞ്ഞും ആ മനോഹാരിതയും ഒക്കെ ഞങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈബാണ് കേട്ടോ. ഞാൻ കളപ്പറിനെ ഒന്ന് ട്രോളിയെങ്കിലും നല്ല വൈബാണ്. നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ആണ്, അകത്തും പുറത്തും. അതെ, അപ്പോൾ പുറത്തുള്ള കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണിച്ചു തന്നത്. അപ്പോൾ വായു ഗുണനിലവാര സൂചിക കൂടി നമ്മൾ AQI, അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുകയാണ്. കാരണം രാജ്യം മുഴുവനുള്ള AQI ഒക്കെ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, കൊച്ചിയിലെ വായു ഗുണനിലവാര സൂചിക 163 കറന്റ് AQI 163. 175 വരെയൊക്കെ ഇന്നലെ പോയിരുന്നു. എബോവ് 150, 150 മുകളിൽ പോയാൽ അത് ആശങ്കയാണ്, കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഈ നല്ല കാഴ്ചകൾക്കൊപ്പം ആ ഒരു ആശങ്ക കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. വായുമലിനീകരണം രൂക്ഷമായിരിക്കുന്നു. 175 ഇന്നലെ എത്തി. 150 കടന്നാൽ ആരോഗ്യത്തിന് പ്രശ്നമാണ്. അപ്പോൾ മഞ്ഞ് കൊള്ളാനായിട്ട് ഇറങ്ങുമ്പോൾ അത് പുകമഞ്ഞാണ് എന്നതുകൂടി ആലോചിക്കുക.